തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം അഴിമുഖത്തുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. അപകടങ്ങൾ തടയാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അറിയിച്ചു. മണിക്കൂറുകളുടെ ഇടവേളയിൽ മുതലപ്പുഴ അഴിമുഖത്ത് ഇന്ന് 2 അപകടങ്ങൾ. പുലർച്ചെ 1:30-ക്കായിരുന്നു ആദ്യത്തെ അപകടം. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങിവരവേ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിന് ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 5:30-യോടെ രണ്ടാമത്തെ അപകടം. മീൻ പിടിക്കാൻ പോയ അഞ്ചുതെങ്ങ് തോണിക്കടവ് സ്വദേശി വള്ളം മറിഞ്ഞ് തിരയിൽപ്പെടുകയായിരുന്നു. സ്റ്റാലിൻ നീന്തി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മുതലപ്പുഴയിലുണ്ടാകുന്ന തുടർച്ചയായ അപകട മരണങ്ങളിൽ സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ഭരണാധികാരികളാണ് മുതലപ്പുഴയിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ യൂജിൻ പെരേര കുറ്റപ്പെടുത്തി. ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ഭൂമിയും സ്വത്തും ജീവിതവും സംരക്ഷിക്കാമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തൊട്ട് വാഗ്ദാനം ചെയ്ത ഭരണാധികാരികളൊക്കെ സങ്കോചത്തോടുകൂടി ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ട ആളുകളെ പോലെ നിൽക്കുകയാണ്. മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഉടൻ തന്നെ ആ DPR പൂർത്തിയാക്കുകയും സ്ട്രക്ചറൽ ഡിസൈൻ പൂർത്തിയാക്കുകയും അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നടപടികൾക്ക് ശേഷം അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സെപ്റ്റംബറിൻ്റെ ഒടുവിൽ അത് ആരംഭിച്ച് ഒരു ഓൾ ടൈം സേഫ് സോൺ എന്ന് പറയുന്ന പ്രഖ്യാപനം നൽകാൻ അദാനിയുടെ ഈ സമ്പ്രദായത്തിന് സാധിച്ചാൽ ഏറ്റവും വലിയ സമർപ്പണം അതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം.